രാജേഷാണ് പയ്യന്നൂരിൽ നിന്ന്. ശ്രീ രാജേഷ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേരള പോലീസിലെ ചില പുഴുക്കുത്തുകൾ ഈ സേനയിൽ അന്തസ്സായി പണിയെടുക്കുന്ന മഹാഭൂരിപക്ഷത്തിനും നാണക്കേടല്ലേ ഇവരൊക്കെ? ഇവര് നാണക്കേടാണ്. ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഈ അവയവ ഡൊണേഷൻ ചെയ്യുന്ന ഇത് വന്നതെന്ന് വെച്ചാൽ അടുപ്പിച്ച് 2-3 വന്നപ്പോഴത്തേക്ക് ജനങ്ങൾ എല്ലാവരും ബോധവൽക്കരണമായി അവയവം ദാനം ചെയ്യാൻ തുടങ്ങി. അതേപോലെ ഇവരെ അടുപ്പിച്ച് ഡിസ്മിസ് ചെയ്യുക, പിരിച്ചുവിടുക പോലീസുകാർ. ഇപ്പൊ ഇന്ന് തന്നെ ഒരു ഉണ്ട്, ബത്തേരിയിൽ കുഴൽപ്പണം പിടിച്ചപ്പോ അതിലെ പ്രതി രക്ഷിക്കാൻ പറഞ്ഞത് ഒരു പോലീസുകാരനോടാണ്. അപ്പൊ ഇവരെ ഇങ്ങനെയുള്ള കേസുകൾ ഒരു 1.5 വീട്ടില്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇത് മാധ്യമങ്ങളിലൂടെ കൊണ്ടുവന്ന് ഇവരെ ഡിസ്മിസ് ചെയ്യുക. അപ്പം ഇവരുടെ ശ്രദ്ധയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർക്കൊരു പേടിയാവും. ഇതിപ്പോ വർഷത്തിലൊന്ന് സസ്പെൻഡ് ചെയ്യുന്നു, അത് തിരിച്ചെടുക്കുന്നു, അതല്ല വേണ്ടത്. ഡിസ്മിസ് ചെയ്യുക, അടുപ്പിച്ച് തന്നെ വിടുക. ഇവർക്കൊരു പേടി വരിക. പിന്നെ ഞാനിതിൽ ഇതേപോലെ തന്നെ ഈ മൊബൈൽ ആപ്പിലൂടെ ഞാൻ ഈ സ്പായിൽ ഒരു പ്രാവശ്യം ഒന്ന് വിളിച്ച് ഞാൻ അവരോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, വന്നു സാർ, ഒരാളാണെങ്കിൽ 2500 രൂപ, രണ്ടാളാണെങ്കിൽ 5000 രൂപ പറഞ്ഞു. ഞാനൊക്കെ പോയിരുന്നത് എന്റെ കിഡ്നി ഊരി കൊടുക്കേണ്ട അവസ്ഥ വന്നാണ് ഈ ഇവന്മാരുടെ അടുത്തൊക്കെ പോയിട്ടില്ല. പോയില്ലേ? ഇല്ല, ഞാൻ പോയില്ല സാർ. ഇപ്പൊ പോയിരുന്നെങ്കിൽ എന്റെ കിഡ്നി പോയാനത്. ഇതെല്ലാം അവസ്ഥ. നമുക്കൊന്നും ഇത് ഈ 5 ലക്ഷം 10 ലക്ഷം ഒന്നും കൊടുക്കാനില്ല. അതുകൊണ്ട് ഇത് പോയാനെ. അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്നവരും ഇതിന്റെ മറവിൽ ഒരുപാട് സംഭവം ഉണ്ട്. പറഞ്ഞ ഞാൻ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. കേരളത്തിൽ ഈ ലൈംഗിക തൊഴിലാളികളെ ലൈസൻസ് ഒന്നുമില്ലല്ലോ? ഇല്ല, കേരളത്തിൽ നിരോധിച്ചിരിക്കുകയാണ്. അല്ലെ? എന്നിട്ടും എറണാകുളത്ത് ഏരിയയിൽ അവിടെ എല്ലാം ഈ സംഭവം ഉണ്ട്. നമ്മൾ ഇന്നലെ തന്നെ ഒരു വാർത്ത കേട്ടാണ്, ഒരു ലൈംഗിക തൊഴിലാളിയെ വീട്ടിൽ കൊണ്ടുവന്ന് കൊന്നു, അല്ലെ? അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഒരാള് കൊന്നായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഈ പോലീസുകാർ എന്ത് ചെയ്യുകയാണ്, സർക്കാർ എന്ത് ചെയ്യാണ്? ഇതെല്ലാ ബസ് സ്റ്റാൻഡുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ലൈംഗിക തൊഴിലാളികൾ, പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ലോഡ്ജുകളും അവിടെയൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പം ഈ പോലീസുകാരും സർക്കാരും എന്താണ് ചെയ്യുന്നത്? ഇവരെയൊക്കെ ഒന്നെങ്കിൽ പുനരധിവസിക്കണം. ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്? അതിദാരിദ്ര്യമായി, ഇപ്പൊ ദാരിദ്ര്യം കൊണ്ടായിരിക്കല്ലോ ഈ പരിപാടി ചെയ്യുന്നത്. ദാരിദ്ര്യമുക്തമായ കേരളത്തിൽ ഇങ്ങനത്തെയൊക്കെ അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് മോശമാണ്. അപ്പൊ പോലീസുകാര് ഇതിനൊക്കെ നടപടിയെടുക്കണം, ഗവൺമെന്റ് നടപടിയെടുക്കണം. നമുക്ക് ഓരോ ദിവസം കേൾക്കുകയാണ് കേട്ടോ, രാത്രിയൊക്കെ ടൗണിൽ പോയി കഴിഞ്ഞാൽ ഈ ലൈംഗിക തൊഴിലാളിയാണ്. നമുക്ക് കേരളത്തിൽ അങ്ങനത്തെ ഒരു നിയമമോ ഒന്നുമില്ല, മഹാരാഷ്ട്രയിലൊക്കെ ഉള്ളൂ. ഇവിടെ അതില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ സ്ത്രീകൾ നിൽക്കുമ്പോൾ നമുക്കറിയാം, ഏത് സ്റ്റാൻഡിലും പോയി നോക്കണം, ഇങ്ങനത്തെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഗവൺമെന്റ് ഇത് അറിയാത്തതല്ല. അപ്പൊ നടപടി എടുക്കുക. പോലീസുകാർ അതിന്റെ ചുറ്റും ഇറങ്ങുന്നില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേ പോലീസുകാർ നാളെ നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യൂലേ സാറേ? നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യും നാളെ അവരെ കൂടെ നിന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനത്തെ കേസുകളെ ഡിസ്മിസ് ചെയ്യുന്നതായിട്ട് മാധ്യമങ്ങളിലൂടെ ചെയ്യുക. അപ്പോഴേ ഇവർക്ക് പേടി വരുള്ളൂ. ഇതൊരു ഒരാളെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ മറ്റവർക്കൊന്നും അറിയുന്നില്ല. ഒരു മാസത്തിലൊന്ന് അവന്റെ തെറ്റല്ലേ, അത് കുഴപ്പമില്ല. പക്ഷെ ഇത് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പബ്ലിസിറ്റി നല്ലോണം വരും. ശരി.